എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കക്കറച്ചി കൊണ്ടുള്ള റോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ കക്ക നന്നായി ഇതിലത്തെ കാട്ടൊക്കെ കളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ടേച്ച് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചുള്ളതാട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് തിരുമ്മി വെക്കാം കേട്ടോ. ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് 2 സബോള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. ഇത് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഇതൊന്ന് വാടി വരാതെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വാടി വരാം. സബോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 4 പച്ചമുളക് അരിഞ്ഞതും ഒരു വെളുത്തുള്ളി ഒരു കൊട ചതച്ചതാണ് കേട്ടോ. തൊലി കളയാണ്ട് ചതച്ചോളൂ കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഇട്ട് നന്നായി വഴച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണ് മുളകും പൊടി, 2 ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണ് മുളകും പൊടി, 2 ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ, മഞ്ഞളുടെ. നന്നായി ഇതിളക്കി ഇതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. പൊടി കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ 2 പിടി തേങ്ങയാണ് എടുത്തുള്ളത് കേട്ടോ. ഈ തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി നന്നായി തേങ്ങ നന്നായി മുരിഞ്ഞ് വരണതിൽ കിടന്നിട്ട് കേട്ടോ. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം, 1 കപ്പ് തിളച്ച വെള്ളം കേട്ടത് ഇതിലേക്ക് ഒഴിക്കില്ല കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. മൂടി വയ്ക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കക്കറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇതിൽ കിടന്ന് നന്നായി വറ്റി വരട്ടെ കേട്ടോ. നമുക്ക് മൂടി തുറന്ന് നോക്കാം കേട്ടോ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ട വെള്ളമൊക്കെ വറ്റി ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇടാം. പിന്നെ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഈ ഓഫാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ.